വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തുള്ള അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് ആ സ്റ്റോക്കിൻ്റെ ലോങ് ടേം റിട്ടേൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് പറയാനായിട്ട് ഞാൻ രണ്ട് സ്റ്റോക്സാണ് സെലക്ട് ചെയ്തിരുന്നത്, ഇൻഫോസിസും മാരിക്കോയും. ഈ രണ്ട് കമ്പനീസിൻ്റെയും ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 20 ഇയർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 20% തന്നെയാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ രണ്ട് സ്റ്റോക്സും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, HDFC ബാങ്കും ബ്ലൂ ഡാർട്ടും. HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 20-25 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നേ വരെ ഒരു വലിയ പ്രൈസ് കറക്ഷനോ ടൈം കറക്ഷനോ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ബ്ലൂ ഡാർട്ട് ആണെങ്കിൽ 2015 വരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ്. പക്ഷേ 2015 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് സ്റ്റോക്സിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനീസിൻ്റെ വാല്യുവേഷനും ബിസിനസ് സൈക്കിളും മനസ്സിലാക്കിയാൽ മതി. HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 2008 ബബിളിൻ്റെ പീക്കിൽ 180 റുപ്പീസ് ആയിരുന്നു. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 1 lakh crores ആയിരുന്നു. ഇനി അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ FY 2008 1595 crores ആയിരുന്നു. സോ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 60 times ആയിരുന്നു ആ സമയത്ത്. ഇനി അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 30% അറൗണ്ട് ആയിരുന്നു ആവറേജ്. സോ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 times ആയിരുന്നു അന്ന്. ഇനി 2008 മാർക്കറ്റ് ക്രാഷിൽ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കും ക്രാഷ് ചെയ്തു. സോ സ്റ്റോക്ക് പ്രൈസ് 180 റുപ്പീസിൽ നിന്ന് 90 റുപ്പീസിലെത്തി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 50,000 crores അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1595 crores ആയിരുന്നു. സോ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 30 times അന്ന് എത്തിയത്. സോ അവരുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 60 times നിന്ന് കറക്റ്റ് ചെയ്തിട്ട് 30 times അവരുടെ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. ഇനി മാർച്ച് 2009 സ്റ്റോക്ക് മാർക്കറ്റ് ബോട്ടം ഫോം ചെയ്യുന്നത്. സോ ആ സമയത്തും HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ 90 റുപ്പീസ് അറൗണ്ട് ആയിരുന്നു. സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ 50,000 crores ആയിരുന്നു. അവരുടെ FY 2009 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2249 crores ആയിരുന്നു. സോ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 22 times ആയിരുന്നു. അവരുടെ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.73 times ആയിരുന്നു. ഇനി മാർച്ച് 2009 മുതൽ മാർച്ച് 2019 വരെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് 90 റുപ്പീസിൽ നിന്ന് 1170 റുപ്പീസിലെത്തി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 50,000 crores നിന്ന് 650,000 crores അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2249 crores നിന്ന് 22,000 crores എത്തി. ഇനി പി മൾട്ടിപ്പിൾ ആണെങ്കിൽ മാർച്ചിലെ ബോട്ടം ഫോം ചെയ്തപ്പം 22 times ആയിരുന്നു. മാർച്ച് 2019 അത് 30 times ആണ്. അതായത് PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർച്ച് 2009 മാർച്ച് 2019 അറൗണ്ട് 1 തന്നെയാണ്. സോ ആ 10 വർഷത്തെ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR നോക്കുകയാണെങ്കിൽ 30% ആണ്. അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 25% ആണ്. സോ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത് HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ എൻട്രി ചെയ്ത ഒരാളുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 20 times 25 times ആയിരുന്നിരിക്കും. സോ ആ എൻട്രി പ്രൈസോ ആ എൻട്രി ടൈമോ ഫെയർ ആയിരുന്നുകൊണ്ടാണ് നല്ല റിട്ടേൺസ് കിട്ടിയതും. ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഡാർട്ട് ആണ്. ബ്ലൂ ഡാർട്ടിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 7,500 ലെവൽസ് ആണ്. അത് എത്തിയിരിക്കുന്നത് മാർച്ച് 2015 അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 18,000 crores ആയിരുന്നു. അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 127 crores ആയിരുന്നു. സോ അവരുടെ PE മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 140 times ആയിരുന്നു ആ സമയത്ത്. ഇനി മാർച്ച് 2015 ബ്ലൂ ഡാർട്ടിൻ്റെ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ട് പിന്നെ ആ ലെവൽസിലോട്ട് ആ സ്റ്റോക്ക് തിരിച്ചെത്തിയിട്ടില്ല. അതുപോലെ അവരുടെ PEG റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 to 10 times ആയിരുന്നിരിക്കണം ആ സമയത്ത്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2015 ഒക്ടോബറിൽ ബ്ലൂ ഡാർട്ടിൻ്റെ സ്റ്റോക്ക് 7,600 ലെവൽസിലായിരുന്നു. അതിനുശേഷം പിന്നെ ആ സ്റ്റോക്ക് ഒരു ബെയർ മാർക്കറ്റിലോട്ടാണ് പോയത്. സോ അടുത്ത 5 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് 7,600 ലെവൽസിൽ നിന്ന് 2,000 ലെവൽസിലോട്ടാണ് പോയിരിക്കുന്നത്. ഇനി അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഡാർട്ടിൻ്റെ PE റേഷ്യോയുടെയും EPSൻ്റെയും ചാർട്ട് നോക്കിയാൽ മതി. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലൂ ഡാർട്ടിൻ്റെ PE റേഷ്യോ പീക്ക് ചെയ്തിരിക്കുന്നത് 2015 തന്നെയാണ്. ഇനിയും അവരുടെ പ്രോഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് ഓരോ വർഷം കൂടുന്നുണ്ടായിരുന്നു. അത് പീക്ക് ചെയ്തിരിക്കുന്നത് അറൗണ്ട് 2015-2016 തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് അതിന് മുമ്പേ തന്നെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ 2015 ശേഷം പിന്നെ ഏർണിങ്സ് താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം റീസെൻ്റ്ലി അവർ ലോസസുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ പ്രോഫിറ്റ്സ് പീക്ക് ചെയ്തിരിക്കുന്നത് മാർച്ച് 2016 പിന്നെ അതിനുശേഷം ഇവരുടെ പ്രോഫിറ്റ്സ് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി അവർ ലോസസുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവരുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് കുറയാൻ തുടങ്ങി. അതുപോലെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അതുതന്നെയാണ് അവരുടെ സ്റ്റോക്ക് പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോവിഡിൻ്റെ ടൈമിൽ ബ്ലൂ ഡാർട്ടിൻ്റെ സ്റ്റോക്ക് 2000 റേഞ്ചിൽ ഒരു ബോട്ടം ഫോം ചെയ്തിട്ട് അത് 4,000 ലെവലിലോട്ട് ബൗൺസ് ചെയ്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ റീസൺസും ഒരുപക്ഷെ അവരുടെ ഫൈനാൻഷ്യൽസ് ആയിരിക്കാം. കാരണം ഡിസംബർ 2019 മാർച്ച് 2020 ജൂൺ 2020 അവർ ലോസസ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സെപ്റ്റംബർ 2020 അവർ പ്രോഫിറ്റ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ സെയിൽസും ഓൾ ടൈം ഹൈയിലാണ്. സോ പ്രോഫിറ്റ്സ് പോസ്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് അവരുടെ സ്റ്റോക്കും ഡബിൾ ചെയ്തിരിക്കുന്നത്. സോ ഓരോ സ്റ്റോക്കും ഒരു കറക്ഷൻ ഫേസിൽ എത്ര കറക്റ്റ് ചെയ്യുമെന്നുള്ളത് ആ സ്റ്റോക്കിൻ്റെ പീക്ക് വാല്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2020 മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ടൈറ്റൻ്റെ പി മൾട്ടിപ്പിൾ 80 ടൈംസും 100 ടൈംസ് ഒക്കെ ആയിരുന്നു. സോ ആ സമയത്ത് കറക്ഷൻ വന്നപ്പോഴത്തേക്ക് ടൈറ്റൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഓരോ ദിവസം 5%, 10% ഒക്കെയാണ് താഴാൻ തുടങ്ങിയത്. പക്ഷേ ടൈറ്റൻ്റെ പി മൾട്ടിപ്പിൾ ഇപ്പം ആ സമയത്ത് ഒരു 10 ടൈംസോ 20 ടൈംസോ ആയിരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ സ്റ്റോക്ക് പ്രൈസ് താഴത്തില്ലായിരുന്നു. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് HDFC ബാങ്കിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലാണെങ്കിലും ശരി, നിങ്ങളുടെ റിട്ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കമ്പനീസിൻ്റെ ഒക്കെ ഏർണിങ്സിനെ തന്നെയാണ്. ഏർണിങ്സ് ലോങ് ടേമിൽ മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസും ഫോളോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഏർണിങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് എത്ര വരെ കറക്റ്റ് ചെയ്യും എന്നുള്ളത് ഓരോ സമയത്തെയും വാല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.